ഇത് കണ്ടോ, നമുക്ക് വേറൊരു വീട്ടിൽ നോക്കാം. ഇത് കണ്ടോ, ഈ വീട്ടിൽ ഇതാ മുറ്റത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തില്ല. കട്ടിലിന് മുകളിലൊക്കെയാണ് സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത്. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഹോസ് നോക്കിയിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ചെളി ഏതാണ്ട് ആ മുറിക്കകത്തെ ഹാളിലെ ചെളി ഏതാണ്ട് അടിച്ച് മാറ്റിക്കഴിഞ്ഞു. സിറ്റൗട്ടൊക്കെ ഏതാണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞു. പക്ഷേ പെട്ടെന്നൊന്നും തീരുന്ന പണിയല്ല. കണ്ടോ, മൊത്തം കസേര അതെല്ലാം മറിഞ്ഞ് കിടക്കുകയായിരുന്നു. കണ്ടോ, ചെളി, ശരിക്കും ചെളിക്കുളം എന്ന് പറയാം. ചേട്ടൻ ഇവിടുത്തെയാണോ? ഇപ്പോൾ എങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അത് കണ്ടേ? ഒരു 1:30-2 മണിയായി കിടക്കും. മഴയാണെങ്കിൽ മഴയില്ല. എവിടെ നിന്നാണ് നോക്കി പെട്ടെന്ന് നോക്കി കാല് നോക്കിയപ്പോൾ വെള്ളം നിറച്ച് വെള്ളം നിലത്ത് കാല് കുത്തി കഴിയുമ്പോൾ വെള്ളത്തിലുള്ള അപ്പോൾ ഒരു പകുതി വരെ വെള്ളം കയറി വീടിൻ്റെ ആകെ ഇടങ്ങറായി. ഇത് ചെളി വെള്ളം കൂടിയാണല്ലോ. എന്ത് ചെയ്യാം, അപ്പം തന്നെ പണി തുടങ്ങി. അല്ലാണ്ട് എന്ത് ചെയ്യും? അപ്പുറത്തും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ രക്ഷയില്ല. കഷ്ടമായല്ലേ, പ്രതീക്ഷിക്കാത്ത ഇതാ വരവാണല്ലോ. ചെളി വെള്ളം അതാണ് ഏറ്റവും വലിയ കഷ്ടം. വെള്ളമോടെ സഹിക്കാം. ഈ ചെളി കൊത്തി കളയണ്ടത് കണ്ടത്. ചേച്ചി എന്നാ പറഞ്ഞേ? അകത്തൊക്കെ ചെളി കരിഞ്ഞോടിയിട്ട് ചെളി കോരി കളയണ്ടേ, ഒഴുകി പോകില്ല. ഒരു മൂലക്ക് വന്നൊക്കെ കോരിക്കിടക്കും. അകത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടക്ക കട്ടിലൊക്കെ നനഞ്ഞ് തുണി, അലമാരിലെ തുണിയൊക്കെ ഉണ്ടോ? ഏതാ കട്ടില്? കട്ടില് കാണിച്ചത്. കട്ടില് വരെ വെള്ളത്തിലാണ്. എങ്ങനെ ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് അപ്പൂട്ടൻ. കണ്ടോ, അപ്പൂട്ടൻ ചേട്ടൻ തന്നെ കാണിച്ചു തരും. അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. കഷ്ടമാണ് ഇവർ ചെയ്യണത്. ഇവരുടെ അനാസ്ഥയല്ലേ ഇത്? എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും മതിലിന് വെള്ളം അല്ലെങ്കിൽ അത് പരിഹാരം അവർ കാണണം. നമുക്ക് കാണാൻ പറ്റുമോ? ഏതാ പറഞ്ഞേ? അതെ, മതിലിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ പരിഹാരം കാണണം. 40 വർഷത്തും ജോലിക്കാരുള്ളതല്ലേ ഇവിടെ. അപ്പോൾ അവർ വേണ്ടപ്പെട്ടവരെ ആയിരിക്കണം. അതല്ലേ എൻ്റെ രീതി. ഇതിപ്പോൾ അനുഭവിക്കുന്ന ജനങ്ങളല്ലേ. എന്ത് ചെയ്യും ഇങ്ങനെ കഴിഞ്ഞാൽ? പഴക്കമുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ? പഴക്കമാണ്. ഞങ്ങൾ എപ്പോഴും വെള്ളമാണ് ഇവിടെ കയറണം ഒരു മഴ പെയ്താ. പിന്നെ ഇതും കൂടി വന്നപ്പോൾ തീർന്ന്. ഞങ്ങളുടെ ഇതിപ്പോൾ ചെളിയാണ്, നിറച്ച് ചെളിയാണ് ഇങ്ങോട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. വെള്ളാണ്ട വേസ്റ്റും മരങ്ങളും ഒക്കെ ഞങ്ങളൊക്കെ എടുത്ത് മാറ്റി. കുറേ വണ്ടികൾക്ക് തകരാറൊക്കെ വന്നു. ഞങ്ങളുടെ വണ്ടിയൊക്കെ അതിൽ സ്റ്റാർട്ടാകുമെന്ന് ആക്കറിയാം. ഇന്ന് ടെസ്റ്റ് ഉള്ളതാണ്. അടുക്കളയിലെ പണികളാണ് വീട്ടുകാരെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ അടുത്തുള്ളവരും നാത്തുമാരും ഒക്കെ വന്ന് സഹായിക്കണം. അവരുടെ വീട്ടിലും കയറി അവർ ക്ലീനാക്കിയിട്ട് അങ്ങാടെ വന്ന് സഹായിക്കണേന്ന്. നടവും തണ്ടലൊക്കെ പോയി. എന്ത് ചെയ്യാൻ? കണ്ടോ, അടുക്കളയിൽ പാചകം അത്ര പെട്ടെന്ന് എളുപ്പമല്ലാത്ത രീതിയിലാണ് ചെളി കയറിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടുത്തുള്ള വീടുകളും അവരുടെ വീട്ടിലും കയറിയിട്ടുണ്ട്. എങ്കിലും ഒരു പരസഹായം അങ്ങനെ എത്തി വൃത്തിയാക്കൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇവിടെ വരെ വെള്ളം കയറി. ഇവിടെ ഈ ഭാഗം വരെയും വെള്ളം കയറി. ഭിത്തി നനഞ്ഞിട്ടുണ്ടല്ലോ. നനഞ്ഞിട്ടുണ്ട്. അപ്പം സാറിന് അറിയാമല്ല, ഇതാണ് സംഭവം. ജീവിതം ഇതാണ്. എന്തെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി ഇങ്ങനെ കഴിഞ്ഞാൽ എല്ലാവർക്കും. അതെ, നല്ല സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ക്ലീനിങ് തന്നെ. പിന്നെ നഷ്ടമില്ലേ? ഇതൊക്കെ അവരേലും പരിഹാരം കാണേണ്ടി വരും. എന്നിട്ട് എന്താ, ജനങ്ങൾക്ക് ജീവിക്കേണ്ടി ഇവിടെ. പിന്നെ അവിടെ ഒന്ന് സാർ നോക്കണം. ആ ഒരു വഴി, വെള്ളം പോണ വഴി ചെന്നാൽ ക്യാമറയുടെ കാണാൻ നോക്കാം. ചേച്ചി എന്നാ പറഞ്ഞേ? ഇതിവിടെ ഓരൊക്കെ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ശക്തി കൊണ്ട് ഞങ്ങൾക്കത് പുറത്ത് കിടക്കണ്ടേ. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ടാങ്ക് പൊട്ടിയതാണ്, എവിടെ പൊട്ടിയതാണ്, മഴയൊന്നുമില്ല. എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നപ്പോഴേ നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നെറ്റ് കീറിപ്പോയല്ലേ? അതെ. ഇതുപോലെ തന്നെയാണ് ഇതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നു സന്ദീപ്രഭ. നമുക്ക് എന്തായിരുന്നാലും അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വരാം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം നാശനഷ്ടങ്ങൾ, എത്രത്തോളം ദുരിതത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികളെന്ന്. കൊച്ചി തമ്മനത്താണ് ജലസംഭരണശാലയുടെ പാളി തകർന്ന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ കട്ടട കഷ്ണങ്ങളൊക്കെ ഒഴുകി വന്നാണ്. എല്ലാം ഒഴുകി വന്നാണ്. ഇതെല്ലാം ഇവിടെ നല്ല നീറ്റായിരുന്ന. ഈ അടുത്തടക്കാണ് ഈ റോഡ് അവർ കട്ട വിരിച്ചത്. ഈ അടുത്തടക്കാണ് ഇതിപ്പോൾ ഈ അവസ്ഥയിലായി. ഈ വണ്ടി ഇതിനകത്ത് പെട്ടുപോയി. വണ്ടിയൊക്കെ ഇവിടെ വീണ് മറിഞ്ഞിടക്കായിരുന്നു. ഞങ്ങൾ നേരെ എടുത്ത് വെച്ചതാ.
എല്ലാം വീണ് കിടക്കായിരുന്നു, എല്ലാ വണ്ടിയും വീണ് കിടക്കായിരുന്നു, എല്ലാം വീണ് കിടക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞ കൗൺസിലറെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് ആൾക്കാർ വിളിച്ചപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയണത്. എൻ്റെ വീടിൻ്റെ ബാക്കിലാണ്, അവിടെ വെള്ളം കയറില്ല, ഇത്തിരി പൊക്കത്തിലുള്ളതുകൊണ്ട് ഹൈറ്റുള്ള വീടായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പുള്ളിക്കാരെ വിളിച്ചപ്പോഴാണ്, കൗൺസിലറെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പുറത്തൊക്കെ വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഓടി വന്നത്. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളല്ലേ? പ്രതീക്ഷിക്കുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ കുടിവെള്ള വിതരണത്തെ ബാധിച്ചേക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഭാഗത്ത് പ്രശ്നം ഉണ്ടാവില്ലെന്നാണ്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണ് കൂടുതൽ ഭാഗത്തേക്കായിരിക്കും, വടക്കോട്ടുള്ള തെക്കോട്ടൊക്കെ ഉള്ള ഭാഗത്തേക്ക് അത് ശരിക്കും ബാധിക്കുന്നത്. സ്കൂട്ടർ മറിഞ്ഞു കിടക്കുകയായിരുന്നു ചേട്ടൻ പറഞ്ഞ പോലെ, കണ്ടില്ലേ? മൊത്തം ചെളി കയറിയിട്ടുണ്ട്. സ്കൂട്ടർ മറിഞ്ഞു കിടക്കായിരുന്നു അല്ലേ? മറിഞ്ഞ് രണ്ട് വണ്ടിയും മറിഞ്ഞ്, ആ സ്കൂട്ടറും ഈ സ്കൂട്ടറും മറിഞ്ഞു കിടക്കുക. ഞാൻ നോക്കുമ്പോൾ വെള്ളത്തിൽ ചരിഞ്ഞ് കിടക്കും. അപ്പോൾ കാരണം ഇനി എഞ്ചിനകത്ത് വെള്ളം കയറിയെന്ന് കണ്ടറിയണം. പിന്നെ ഓട്ടോറിക്ഷ ഒഴുകി വരണം വന്ന അവിടുന്ന്, ആ വണ്ടി ഒഴുകി ഇവിടം വരെ വന്ന്. ആ മഞ്ഞ അത് ഇവിടെ ആയിരുന്നു നടന്നിരുന്നത്. ഇവിടെ ശരി, പ്രദീപ് ജോസഫാണ് സംഭവ സ്ഥലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളും കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൊച്ചി തമ്മനത്താണ് ജലസംഭരണശാലയുടെ പാളി തകർന്ന് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു, മതിലുകൾ തകർന്നു, വാഹനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കേടുപാടുകൾ, വീടുകളിൽ അകത്തേക്ക് ചെളി കയറുന്ന ഒരു സാഹചര്യം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണമാണ് അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തൃപ്പൂണിത്തുറ മേഖലയിലേക്ക് ജലവിതരണം മുടങ്ങുകയും ചെയ്യും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.